ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ പാകത്തിനുള്ള മധുരം ഉണ്ടാവും. കൂടുതൽ മധുരം വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ 2 പിഞ്ച് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 പിഞ്ച് മതി, 2 പിഞ്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് പഞ്ചസാര പൊടി ചേർത്ത് കൊടുത്താലും ഒരുപാട് നേരം ഇതുപോലെ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ച് ചേർത്താലും മതിയാകും. ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന് പറയുമ്പോൾ കറക്റ്റ് മധുരം പാകമാണ് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. അതവിടെ നന്നായി പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയപ്പോൾ അവിടെ മിക്സ് ചെയ്തത് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ പത്തിരി നൂലപ്പൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പീടികയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള 1/2 കപ്പ് തേങ്ങ. 1 കപ്പ് അരിപ്പൊടി എന്ന് പറയുമ്പോൾ 1/2 കപ്പ് തേങ്ങയും 1 കോഴിമുട്ടയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ് കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ അളവിൽ തയ്യാറാക്കണമെങ്കിൽ എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് കൂടെ നമ്മുടെ ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സ്പൂണ് കൊണ്ടല്ല, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നാലേ കറക്റ്റ് പാകം മനസ്സിലാവുള്ളൂ. അപ്പം ഇത് ഈ ഒരു പരുവം മുട്ട മാത്രം പോരെ, നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അവസാനം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ലേശം വെള്ളം കൂടി ആവശ്യമുണ്ട്. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അപ്പോൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കാൻ മറക്കരുത്. ഇതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ രീതിയിലാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടി ഇതുപോലെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് നെയ്യാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഇതേപോലെ ഒരു പാന എന്താ പറയുക ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നെയ്യുടെയൊന്നും ആവശ്യം വരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് നുള്ളിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക, ശ്രദ്ധിക്കുക. ഓയിലും വെളിച്ചെണ്ണയേക്കാണ് ടേസ്റ്റ് കൂടുതലാണ് നെയ്യിൽ ചെയ്യുമ്പോൾ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നെയ്യ് ഉപയോഗിക്കാത്തവരാരെങ്കിലും കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതുമാണ്. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഓരോ കുഴിയിലേക്കും കുറച്ച് വീതം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം റെഡിയാകും. അടുത്ത ഭാഗവും അതുപോലെ 2 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാകും. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നല്ല അടിപൊളി മണമൊക്കെയാണ് വരുന്നത്. ആ നെയ്യൊക്കെ ഇങ്ങനെ ചൂടായി വരുമ്പോൾ നല്ല അടിപൊളി മണമാണ് വരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അരിപ്പൊടിയിൽ ചെയ്തതുകൊണ്ട് ഒരുപാട് ക്രിസ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുകയൊന്നുമില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുറം ചെറിയൊരു ക്രിസ്പി ഉണ്ടാവും, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നല്ല ടേസ്റ്റുമാണ്. വളരെ സിമ്പിളാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ടാത്തൊരു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഒരു ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊരു സ്നാക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അതുപോലെ തന്നെ വിരുന്നുകാർ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ഒന്നും കയ്യിലില്ലെങ്കിൽ അരിപ്പൊടി മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ചേരുവകളാണ്. പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്നാക്കാണ്.
അപ്പോൾ ഇഷ്ടമാകണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് താഴെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഏകദേശം 1 കപ്പ് അരിപ്പൊടി കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം സ്നാക്ക് കിട്ടും. ഒരു പാത്രം നിറയെ നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് അളവിൽ ഇതുപോലെ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് അപ്പസോഡയൊന്നും യൂസ് ചെയ്തിട്ടില്ല. മുട്ട ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും, ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പ്രാവശ്യങ്ങളിൽ റെഡിയാക്കി നോക്കുകൊണ്ട് കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ടേസ്റ്റാണെന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ടൊക്കെ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓളുന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.